ശരിക്കും കൊടുക്കാൻ വേണ്ടി ആരോ പ്ലാൻ ചെയ്തതാണ്. ഇനി ഒന്നുകൂടെ ആളി കത്താനുണ്ട്. ഈ പെൺകുട്ടി എന്തൊക്കെയോ ഒളിക്കാൻ ശ്രമിക്കുന്നു. കർമ്മ തൽവാർ ആരാണെന്ന് ഉടൻ തന്നെ കണ്ടുപിടിക്കണം. പക്ഷെ എന്റെ രക്തം കൊണ്ട് അതിന് സാധിക്കുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. അതുകൊണ്ട് ഞാനിപ്പോൾ ട്രാൻസ്പോർട്ട് ആൻഡ് സപ്ലൈ ഈ രണ്ടിലും ഏറ്റവും മുമ്പിലെത്തണം. നിങ്ങൾക്ക് എപ്പോഴും നിങ്ങളുടെ ബിസിനസ് ഏത് ജോലിയാണോ തുടങ്ങി വെച്ചത് ഈ പ്രാവശ്യം പൂർത്തിയാക്കും. പെൺസിംഹത്തെ വേട്ടയാടാനുള്ള സമയമായി. The countdown has begun. പിന്നെ അച്ഛൻ ഏതോ ഒരു സ്ഥലം ലാസ്റ്റ് ബിസിനസ് മൊത്തം പോയി. ഏകദേശം 45 ലക്ഷത്തിന്റെ എന്തോ പ്രശ്നം ഉണ്ടായി. അപ്പടെ കഴിഞ്ഞു 0 പോലെ ഒരു പോയിന്റിലെത്തി. പപ്പ ഇങ്ങനെ ആനന്ദ് ഭായ് എന്നുള്ള ഒരു സെൽഫ് റെസ്പെക്ട്, ഒരു ആണിന്റെ സെൽഫ് റെസ്പെക്ട് എന്ന് പറഞ്ഞാൽ താരുന്നത് ആണുങ്ങൾക്ക് സഹിക്കത്തില്ല ആണുങ്ങൾക്ക്. എന്റെ അച്ഛൻ തളർന്നു പോയി. തളർന്നു പോയി. 1-2 വർഷത്തോളം എന്റെ അച്ഛൻ സോഫയില് വിഷമിച്ചിരുന്ന് എന്ത് മുന്നോട്ട് ചെയ്യണമെന്ന് അറിയാതെ ഇരിക്കുന്ന അച്ഛനെ എനിക്ക് പിന്നീട് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ എനിക്ക് മനസ്സിലായിണ്ടായിരുന്നില്ല. ഞാൻ ചോദിക്കുമ്പോ അച്ഛൻ പറഞ്ഞുകൊണ്ടിരുന്നത് മോനെ ഒന്നുമില്ല, ഇന്ന് ജോലിക്ക് പോകണ്ട, റൗണ്ട് അടിക്കാൻ പോകണ്ട. പക്ഷെ എന്റെ അച്ഛൻ അപ്പോഴും എന്നോട് പറഞ്ഞില്ല എന്റെ ബിസിനസ് പൊട്ടിപ്പോളെന്ന് പറഞ്ഞോണ്ടായിരുന്നില്ല. അപ്പോഴും എനിക്ക് അറിയില്ല. അപ്പൊ ഞാൻ കോളേജിൽ പോയി. കോളേജില് അച്ഛൻ കുറച്ച് പൈസ കരുതി വെച്ചിട്ടുണ്ടായിരുന്നു. അച്ഛൻ അമ്മയോ കോളേജിൽ എന്നെ വിട്ടു, പൈസ കൊടുത്ത് വിട്ടു. ഞാൻ BSc നഴ്സിംഗ് പഠിക്കാൻ പോയി. പക്ഷെ എനിക്ക് പഠിച്ചു. പക്ഷെ എനിക്ക് അതിൽ ജോലി ചെയ്യാൻ തോന്നുന്നില്ല. ഞാൻ വീട്ടിൽ വന്നിട്ട് പറഞ്ഞു, അച്ഛമ്മ എനിക്ക് അതല്ല എന്റെ പ്രൊഫഷൻ, എനിക്കതിൽ സന്തോഷം കിട്ടുന്നില്ല. എന്റെ സന്തോഷം എന്റെ ഇൻഡസ്ട്രിയാണ്, എനിക്കതിൽ പോണം. അപ്പൊ അച്ഛനും അമ്മയും കുറെ പറഞ്ഞു, മോനെ ഇങ്ങനല്ല. അന്ന് അമ്മ പറഞ്ഞു അച്ഛന്റെ ഫൈനാൻഷ്യലി കണ്ടീഷൻ ഭയങ്കരമായിട്ട് ലോ ആണ്, നിന്നെ അറിയിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. അന്ന് പിന്നെ ഞാൻ സ്റ്റക്കായി. ഞാൻ ഇവിടെ നിൽക്കണോ അതോ ഫീൽഡിലേക്ക് ട്രൈ ചെയ്യണോ? ഓക്കെ, എങ്ങനെയൊക്കെയോ സമ്മതിപ്പിച്ച് അച്ഛനും അമ്മയും അനീതിയും കൊണ്ടുപോയി. അല്ലാണ്ട് എനിക്ക് എന്റെ ഫീൽഡിൽ ഒന്നും ആവാൻ പറ്റത്തില്ല. കാരണം എന്റെ സ്ട്രെങ്ത് അവരായിരുന്നു. അതിന് മുന്നേ ട്രൈ ചെയ്ത് വന്ന് നോക്കിയപ്പം നമുക്ക് കൺഫ്യൂഷനാ, ആര് ശരി ആര് തെറ്റ്, എവിടെ പോകണം, ആരുടെ അടുത്ത് പോകണം, ആരാണ് ശരി ആരാണ് കറക്റ്റ് പറയുന്നൊന്നും മനസ്സിലാവാത്തോണ്ട് ഓഡീഷൻസിന് ഞാൻ ഒറ്റയ്ക്ക് അച്ഛൻ്റെ കൂടെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ നടക്കത്തില്ല എന്ന് മനസ്സിലായി. എനിക്ക് പറ്റില്ല, അമ്മ ഈ ഫാമിലിയിൽ അത് പറ്റില്ല. അങ്ങനെ ഫാമിലി എല്ലാരെയും കൊണ്ട് വരുന്നതാണ്. ആ റെയിൽവേ സ്റ്റേഷന്റെ ഞാനൊന്ന് പറഞ്ഞല്ലോ 6 മണിക്കൂർ, അതാണ് ഇപ്പൊ ഞാൻ പറയാൻ പോകുന്നത്. എന്റെ പേരൻസിനെ കൺവിൻസ് ചെയ്തിട്ട് എന്റെ അനീതിയുടെ TC അവിടെ വേഗം തന്നെ അഡ്മിഷനോ അനീതിന്റെ TC എടുത്ത് അച്ഛനും അമ്മേനെയും ഞാനും ഇവിടെ കൊച്ചിയില് എനിക്ക് അറിയാത്തോണ്ട് ഒരു കോമൺ ഫ്രണ്ട് ഉണ്ടായിരുന്നു, അവനെയാണ് സെറ്റപ്പ് ചെയ്ത് കൊടുത്തത്. നമ്മൾ പറഞ്ഞു വെച്ചത് വീടെല്ലാം നോക്കി വെക്കണമെന്ന്. അങ്ങനെ അവൻ നോക്കി വെച്ചു, എല്ലാം സെറ്റ്. അനീതിക്ക് വേണ്ടി കോളേജ് എല്ലാം സ്കൂൾ നോക്കി വെച്ചിട്ടുണ്ട്, നിങ്ങൾ വന്നാൽ മതി. അഡ്വാൻസും കൊടുത്തു, പൈസയും കൊടുത്തു. എന്നിട്ട് ഞങ്ങൾ ട്രെയിൻ കയറി. മൊത്തം എന്താ പറയാ, ഞങ്ങളുടെ കയ്യിൽ പൈസ അപ്പൊ ഇല്ല. ചുരുക്കിയുള്ള പൈസയേ ഉള്ളൂ. ഒരു പുതിയ സ്ഥലത്ത് അച്ഛനമ്മയുടെ കംഫോർട്ട് സോൺ എല്ലാം മാറ്റി 20 വർഷം അത്ര വർഷത്തിന്റെ ബന്ധങ്ങൾ എല്ലാം വിട്ടിട്ട് എന്റെ കൂടെ വരികയാണ് എന്റെ അച്ഛനമ്മ. ഞാനിങ്ങനെ മാലാക പോലെ ഇങ്ങനെ സന്തോഷിച്ച്, ഹായ് ഞാൻ ഹീറോയിനായി, ഞാനിനി മറ്റേ മഞ്ജു വാര്യറായി, ഞാൻ ശ്രീദേവി ആവും, ഇന്ന ഐ വിൽ ഡു ഇറ്റ് എന്നുള്ള ഒരു സന്തോഷത്തിൽ ഞാൻ ട്രെയിൻ കയറുന്നത്. ട്രെയിൻ കയറി ഒരു പാതി ഇവിടെ എത്താറായപ്പോ ഞാൻ വിളിക്കാണ് എന്റെ ഈ ഫ്രണ്ടിനെ വിളിച്ചിട്ട് ഈ ഫ്രണ്ട് ഫോൺ എടുക്കുന്നില്ല. ഞാൻ എങ്ങനെയൊക്കെ കൺവിൻസ് ചെയ്തിട്ടാ കൊണ്ടുവന്നെന്ന് എനിക്കറിയാം. ഫോൺ എടുക്കുന്നില്ല. എന്റെ നെഞ്ച് പെടഞ്ഞോണ്ടിരുന്നു. ഞാൻ ഓർത്തു, ഇല്ല ഇപ്പൊ പപ്പയോടും മമ്മിയോടും പറയണ്ട, പറഞ്ഞു കഴിഞ്ഞാ ചിലപ്പം തിരിച്ചു പോയാങ്കിലോ. റെയിൽവേ സ്റ്റേഷനിൽ എത്തി.
ഫോൺ എടുത്തില്ല. 1 മണിക്കൂർ നിൽക്കുന്നു, 2 മണിക്കൂർ നിൽക്കുന്നു, 3, അങ്ങനെ കുറെ മണിക്കൂർ നിന്ന ശേഷം അച്ഛനും അമ്മയ്ക്കും ഒരു ഇത് തോന്നി. കുട്ടി ഞാൻ ടീനേജാ, എനിക്ക് കൂടി വന്ന ഒരു 21 വയസ്സേ ഉണ്ടാവുള്ളൂ ആ സമയത്ത്. അപ്പൊ പറയാ, നമ്മൾ എടുത്ത് ചാടി വന്നോടാ സുജാതെ എന്നെന്റെ അച്ഛൻ പറഞ്ഞു. അത് എനിക്ക് അവിടെ എന്റെ കരിയർ തുടങ്ങുന്ന ഒരു ഡേ ആയിരുന്നത്. അവിടെ തിരിച്ചു പോയിരുന്നെങ്കിൽ ചിലപ്പോ ഞാൻ ശരണി ഇവിടെ ഉണ്ടാവില്ലായിരുന്നു. എന്തോ എന്റെ അച്ഛൻ പറഞ്ഞു, എത്ര നേരം ഇവിടെ നിൽക്കും, നമുക്ക് ഹോട്ടലിൽ പോയിട്ട് നോക്കാം, കുട്ടിയുടെ എന്താ ഫോണെന്ന് അറിയില്ലല്ലോ. ഹോട്ടലിൽ പോയി 1 ദിവസം നിന്നു, 2 ദിവസം നിന്നു. നമ്മളുടെ കയ്യിലുള്ള പൈസ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, നമുക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുകയാണ്. അപ്പൊ അച്ഛൻ പറഞ്ഞു, എന്തായാലും ഇത്രയും ദിവസം ഹോട്ടലിൽ നിൽക്കാൻ പറ്റത്തില്ല. അങ്ങനെ ആ ഹോട്ടലുകാരനെ പറ്റി ഒരു ബ്രോക്കറിന്റെ നമ്പർ തന്നു. ഞങ്ങള് കൊച്ചിയിലോ ഒരു റെന്റിന് റൂം എടുത്തു. ഞാൻ വിചാരിച്ചു, അപ്പൊ അന്ന് ഞാൻ റൂം എടുത്തത് നമുക്ക് ഫർണിച്ചർ ഒന്നും ഇല്ലായിരുന്നു, റൂമിൽ ഫർണിച്ചർ. ഞാൻ എൻ്റെ അച്ഛനും അമ്മയും തറ എനിക്ക് വേണ്ടി കഷ്ടപ്പെട്ട് കിടക്കുന്നതും അവരുടെ ബുദ്ധിമുട്ടും എല്ലാം ഞാൻ കണ്ടുകൊണ്ട് എനിക്ക് ആകെ മെന്റലി ലോ ആയിക്കൊണ്ടിരുന്നു. അപ്പൊ അച്ഛൻ അമ്മയോട് രാത്രി പറഞ്ഞ് ഞാൻ കേട്ടതാ, കുട്ടി ചെറുതാ, അവൾ പറഞ്ഞത് ശരിയാ, പക്ഷെ നമ്മൾ എടുത്തു ചാടി വന്നോന്നൊരു സംശയം. അവളെ എന്താ ചെയ്യണ്ടേ, ഇപ്പൊ പോണോ നിക്കണോ എന്നൊക്കെയുള്ള ഒരു ടോക്ക്. അന്ന് അച്ഛൻ പറഞ്ഞു നമുക്ക് പോവാന്ന് പറഞ്ഞു. കാരണം എന്റെ അനിയത്തിന്റെ അഡ്മിഷൻ ഇനി ആവത്തില്ല, ഈ പയ്യൻ ഫോൺ എടുക്കാതെ പറയാൻ പറ്റത്തില്ല. ഞങ്ങൾ ആ പ്രഷർ എങ്ങനെയൊക്കെയോ അനിയത്തിന്റെ അഡ്മിഷന്റെ കാര്യങ്ങൾ പിന്നെ സെറ്റായി. ദൈവം സഹായിച്ച് 100,000 നന്ദി. കാരണം അവൾ ഏറ്റവും കൂടുതൽ നല്ലതായിട്ട് പഠിക്കുന്ന കുട്ടിയാണ്. അത് കഴിഞ്ഞിട്ട് എനിക്ക് വേറൊരു മാർഗമില്ല, എനിക്ക് ജോലി ചെയ്യണം. കാരണം അച്ഛൻ ഒരു ഫൈറ്റ് നടന്നു. അച്ഛൻ പറഞ്ഞു, നിനക്ക് കംഫോർട്ട് സോണിൽ നമ്മൾ തന്നിട്ടുണ്ടായിരുന്നു, ഇതുവരെയുള്ള പ്രോബ്ലം ഒന്നും നിന്നെ അറിയിച്ചിട്ടില്ല. ഒരു കാര്യം അറിയാവോ, ഒരു കംഫോർട്ട് സോണിൽ നിന്ന് പുറത്തു പോകുമ്പോഴേ മകൾക്ക് അത് മനസ്സിലാവത്തുള്ളൂ എന്താണ് ആ പ്രശ്നം. ഞാൻ വാശിക്ക് പറഞ്ഞു, അച്ഛ ഞാനത് ഏറ്റോളാന്ന് പറഞ്ഞു. ഞാൻ ആ വാശിക്ക് പറഞ്ഞു, അച്ഛൻ ഞാനല്ല ഇവിടെ വന്നേ, ഞാൻ അത് ഏറ്റോളാന്ന് പറഞ്ഞു. അങ്ങനെ 6 മാസം പോയി, എന്നെ കൊണ്ട് ഒരു പിണ്ണാക്കും നടന്നില്ല. എനിക്ക് ഒരു ചക്ക ചെയ്യാൻ സാധിച്ചില്ല. അച്ഛൻ തന്നെയാണ് റെന്റ് കൊടുത്തോണ്ടിരിക്കുന്നത്. എനിക്ക് ജീവിക്കണമെന്നുള്ള ഒരു ഇതായി പോയി. ഞാൻ വിചാരിച്ചു ഞാൻ പോയിക്കാം, എന്ത് ആക്ട്രസ് ഒന്നും ആവാൻ പോകുന്നില്ല. കാരണം എന്റെ ഇടയ്ക്ക് ഞാൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ എന്റെ സിദ്ധിയാണ് ഡാൻസ്. ഞാൻ വിചാരിച്ചു ശരി എന്നാ പിന്നെ എവിടെയെങ്കിലും ജോലിക്ക് തുടങ്ങാം. കാരണം പൈസ ഇല്ലാതെ ജീവിക്കാൻ പറ്റത്തില്ല, റെന്റ് അടയ്ക്കാനില്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റത്തില്ല. ഞാൻ പറഞ്ഞു ശരി, ഞാൻ ഡാൻസ് ഒരു സ്കൂളില് ഡാൻസ് പഠിപ്പിക്കാൻ പോയി. ഡാൻസ് പഠിപ്പിക്കാൻ പോകുമ്പോ രാവിലെ 9 മണിക്ക് സൂംബ അത് ഇതെന്ന് പറഞ്ഞ് തുടങ്ങും. മമ്മി രാവിലെ എങ്ങനെയെങ്കിലും എനിക്ക് ഭക്ഷണം തരും, കരിക്കും പോവും. ഉച്ചക്കത്തെ ഭക്ഷണം ഉണ്ടാക്കാനായിട്ട് ചിലപ്പോ ഒക്കെ പറ്റാറില്ല. ആ ഡാൻസ് സ്കൂളിൽ 70 പിള്ളേര്, ഞാൻ ബാച്ച് എടുത്തോണ്ടിരിക്കും. എന്നിട്ട് ഉച്ചയാകുമ്പോ വിശന്നിട്ട് വേല. പക്ഷെ താരെ കരിമ്പൻ ജ്യൂസിന്റെ ഒരു കട ഉണ്ടാവും. ആ കരിമ്പൻ ജ്യൂസിന്റെ കടയിൽ ആ കരിമ്പൻ ജ്യൂസ് ഉച്ചയ്ക്ക് കുടിക്കാൻ പോലും ഞാൻ 100 വട്ടം തിങ്ക് ചെയ്യും. കാരണം ഞാൻ വിചാരിക്കും ഇനി അടുത്ത വട്ടം റെന്റും എല്ലാം ഞാൻ കൊടുക്കണം. അതുകൊണ്ട് ഞാൻ അത് പലവട്ടം Sky, okay. So dude. Don't make me cry now, please. I suffered the same thing, baby. Even 2 years I didn't go to my kitchen because if I cook, I think my money will be lost, you know. Same thing I was also sick. 2 years. As a sister, not as a friend or as a Saranya or Janmini, as a sister, I can understand. Please don't. അയ്യോ നോക്ക് മേക്കപ്പ് വരുന്നുണ്ടാ, മേക്കപ്പ് വരുന്നത് നോക്കിക്കോ. ചേച്ചി നേടി എടുത്തില്ല, പിന്നെന്താ? വേദിക പുറത്തു വരൂ. Baby, yes. One thing.
Please. That time is over now. That time is over. God has given now your time. പ്രാവശ്യം പോലെ എന്റെ ജീവൻ കളയാൻ പോയതാണോ? I feel same. I feel like to suicide. What you're thinking? That feeling I can understand properly. When we'll not say anything, we'll not say anything. That time we'll feel like a suicide. Finish ourselves. Okay? That feeling. Come, we'll have little water. പോട്ടെ കൈമുട്ട ഹലോ കരയുണ്ട് ഓക്കെ ഇപ്പൊ ഇല്ലല്ലോ അത് കാണണമെന്ന് പറഞ്ഞ പോലും പറ്റില്ല. കരയുണ്ട് ചിലപ്പോൾ പറയാൻ പറ്റില്ല. ഞാനങ്ങനെ പറയാൻ പോയി കഴിഞ്ഞാൽ കാണണമെന്ന് പറഞ്ഞ് പറ്റും. ഞാൻ എപ്പോഴും ഓർക്കും അച്ഛൻ ഇവിടെ ഉണ്ടെന്ന്. തിരിച്ചറിവ് എനിക്ക് വീട്ടിൽ വരില്ല. ഞാനത് ഓർത്തുപോയി. അച്ഛൻ കേട്ട എനിക്ക് ഭയങ്കര നിങ്ങൾ കരഞ്ഞോ കരഞ്ഞോ അമ്മ കരഞ്ഞോ? ഉറക്കമുണ്ടോ? ഉറക്കം വരുന്നോ? ഞാൻ പോയിരുന്നു കേട്ടോ. മേക്കപ്പ് ചെയ്യണം. ഞാൻ ലിപ്സ്റ്റിക് ഇട്ടുള്ളൂ. എനിക്ക് ഒരുങ്ങണ്ടേ? കണ്ണെഴുതണം. നല്ല രസമുണ്ട്. കണ്ണു മുകളിൽ കഴിഞ്ഞ ദിവസം നീ എന്തോ ചെയ്യണായിരുന്നു ഞാൻ പറഞ്ഞില്ലേ? എന്ത് ചെയ്യണമെന്ന് പറഞ്ഞ? കണ്ണു മുകളിൽ എന്താ എഴുതണേ? അല്ല താഴത്തെ എഴുതണമെന്നല്ലേ? അത് മറ്റേ ഡ്രസ്സിൻ്റെ കൂടെ എഴുതാം. ഏതാ അറിയോ? സോങ് എനിക്ക് പറഞ്ഞ മനസ്സിലാവില്ല. എനിക്ക് ആകെ അറിയാവുന്ന അനാർക്കലി പൃഥ്വിരാജിന്റെ പടമാണ്. അത് എന്തറിയും? പ്രശ്നം കൊടുക്കണം. അത് ആലോചിക്കുമ്പോൾ എനിക്കുള്ള പ്രശ്നമാണ്. എനിക്ക് കണക്ട് ആവുന്നത് ഏറ്റവും കൂടുതൽ കണക്ട് ആവും. എനിക്കെന്തറിയും? എനിക്ക് അച്ഛൻ പറഞ്ഞ കാര്യങ്ങളത് റിസപ്ഷനിസ്റ്റിന്റെ ജോലി ചെയ്തിട്ടുണ്ട്. ഒരു കാര്യം രൂപ എത്രയാലും 3000 രൂപ. ഞാൻ പിന്നെ ഒരു ആങ്കറും കിട്ടി. എനിക്ക് ഒരു 1000 രൂപ കൂടിയുണ്ട്. അതിന്റെ കൂടെ തന്നെ ഞാൻ ഒരു ജോലിയല്ലായിരുന്നു. രാവിലെ അത് പിന്നെ റിസപ്ഷനിസ്റ്റ് അങ്ങനെ ചെയ്ത് ഞാൻ എപ്പോഴും പൈസ ഇങ്ങനെ കൂട്ടി വെക്കുന്ന എന്റെ അച്ഛനും അമ്മേനെ വീടില്ലാണ്ട് പുറത്തു പോകാതിരിക്കാനായിരുന്നു. ഞാൻ കഷ്ടപ്പെട്ട് ഒരു സ്വന്തം വീട് ഉണ്ടാക്കി. ലോണുണ്ട് എനിക്ക്. അത് പക്ഷേ ഞാൻ തോറ്റു കൊടുത്തില്ല. മാളവികയുടെ പോസ്റ്ററുകളുടെയും ഫ്ലക്സുകളുടെയും പ്രളയമാണ്. നീ എഴുതി വെച്ചോ സോമ, നീ ഒരിക്കലും ജയിക്കില്ല. സോമ
അവന് മലയാളം എഴുതാൻ അറിയില്ല, ഇംഗ്ലീഷും. തെരഞ്ഞെടുപ്പിൽ തോറ്റാ പിന്നെ ഈ നാട്ടിൽ നിന്ന് പൊക്കോണം. ഇപ്പോഴത്തെ കുട്ടികള് നമ്മളെപ്പോലൊന്നും അല്ല. അല്ല സുരഭി, നമ്മളെ സ്നേഹിക്കുന്നവരെ വേണം നമ്മൾ സ്വന്തമാക്കാൻ. ഓ സ്വീറ്റ് റിവെഞ്ച്. ഈ ചെറുപ്രായത്തിൽ തന്നെ എത്ര പെൺപിള്ളേരെ ശാപം മുതലാളിക്ക്. അച്ഛൻ കഴിയുള്ളൂ. ഇനിയിപ്പോ ആ വേർഡുണ്ടല്ലോ, ആ വേർഡ് എന്നെ എപ്പോഴും വേദനിപ്പിക്കുന്നൊരു വേർഡാണ് ഇപ്പൊ. എന്താ പറ്റിയ? ഓക്കെ 4 വർഷമായി ചേച്ചി അച്ഛൻ പോയിട്ട്. എനിക്ക് മനസ്സിലായിട്ടില്ല, എന്തിനു കൊണ്ടുപോയി മനസ്സിലായില്ല ചേച്ചി. ആരോട് ചോദിച്ചാലും തിരിച്ചു കിട്ടണേ അറിഞ്ഞൂടാ. മറ്റൊരാൾക്ക് അത് കേട്ടിട്ടല്ല, അച്ഛൻ വാക്ക് കേൾക്കുമ്പോ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട ചേച്ചി. എല്ലാരും പറയും പോയവര് പോവും, കാലം മായ്ക്കാതെ മുറിവല്ലാതെ. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ജീവിതം ജന്മം തന്ന് ജീവിതം തന്ന് നമുക്ക് വേണ്ടിയിട്ട് കഷ്ടപ്പെട്ട് നമുക്കേന്ന് പറഞ്ഞ് ജീവിച്ച ഒരാൾ എത്ര ഇങ്ങനെ പാർക്കാൻ പറ്റും? എവിടെ ചെന്നാലും അച്ഛൻ കഴിക്കുമ്പോ അത് ബുദ്ധിമുട്ടാ. ഞാനെപ്പോഴും ഓർക്കും, ഇവിടെ ഉള്ളവർ കുറെ പേര് എത്ര ഭാഗ്യമുള്ളവരാ. അവരുടെ അച്ഛൻ കാണും, ടിവിയിലൂടെ അമ്മ കാണും. ഞങ്ങൾക്ക് അങ്ങനെ നല്ലൊരു അച്ഛനെ കിട്ടിയില്ലേ? അച്ഛനുണ്ടായിട്ടും വേണം. യു ആർ ലക്കി, യു ആർ ലക്കി. പോയില്ലേടാ, നമ്മുടെ കയ്യിലുള്ളല്ലോ. ഒരിക്കലും നമ്മുടെ കയ്യിലുള്ളതാണെങ്കിൽ നമുക്ക് നമ്മൾ നഷ്ടപ്പെടുത്തോ? എനിക്ക് അച്ഛൻ പോയ സമയത്തുണ്ടല്ലോ, ഞാൻ അറിഞ്ഞത് അത് അച്ഛൻ പോയത് എനിക്ക് ദൂരം മനസ്സിലായി. ആ ഫീലിങ്സ് കേട്ടോ. ഞാനത് എല്ലാരും പറയും സിനിമയിലും എഴുത്തിലും ഒക്കെ കണ്ടിട്ടുള്ളൊരു കാര്യം. പക്ഷെ അതെങ്ങനെ എനിക്കൊന്നറിയാം. വയ്യാന്ന് പറഞ്ഞ് പോയിട്ട് ഹോസ്പിറ്റലിൽ പോയി തിരിച്ചു വരുന്ന ഒരാള് നമ്മളിവിടെ ഇരുന്ന് പ്രാർത്ഥിക്കാറിയാവുന്ന എല്ലാ ദൈവങ്ങളും വിളിച്ച് പ്രാർത്ഥിച്ചിട്ട് ഒരു സമയം കഴിയുമ്പോ ഒരു ഭയങ്കര തണുത്ത കാറ്റിങ്ങനെ വീശിപ്പോവും. ഇങ്ങനെ ഞാൻ അനുഭവിച്ചതാ. എനിക്കപ്പോ തോന്നി പോയിട്ടുണ്ടാവുന്ന്. കറക്റ്റ് ടൈമിൽ ഞാൻ വിളിച്ച് ചോദിച്ചപ്പോ പറഞ്ഞത് പോയിന്നാണ്. എല്ലാവർക്കും എങ്ങനെയാണ് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ ഞാൻ എനിക്ക് അച്ഛൻ കേൾക്കുമ്പോ ഭയങ്കര വിഷമം വരും. കുഴപ്പമില്ല, കരഞ്ഞോ, കുഴപ്പമില്ല, സന്തോഷപ്പെട്ടോ. അച്ഛനെ കേട്ടപ്പോളേ കരയില്ലേ ചേച്ചി, കരയില്ലേ?
പ്ലീസ് കരയണ്ട ചേച്ചി. അല്ല ചേച്ചി കരഞ്ഞോട്ടെ, കരച്ചിലൊന്നും കരയണ്ടേ പ്ലീസ്. ചേച്ചി? അത് കരഞ്ഞു എനിക്ക് ചേച്ചിക്ക് അങ്ങനെ കാണാൻ പറ്റില്ല. പിന്നെ വന്ന ദിവസം മുതൽ എന്റെ കൂടെ ഇരിക്കുന്ന ഓരോ ആളും ഉള്ളിലുള്ളത് പുറത്ത് കളഞ്ഞതിന് അത് തീരും. സോ ലെറ്റർ കരഞ്ഞോട്ടെ, കാല് ടൈം എടുക്കട്ടെ. ഞാൻ വിഷമായിപ്പോയിട്ട് എന്റെ മോട്ട് മാറില്ല. പ്ലീസ്. മുഖത്തുള്ള ഈ ചിരി ഉണ്ടല്ലോ, ഇത് പോവും എന്ന് പറഞ്ഞാൽ പിന്നെ എനിക്കിവിടെ മൊത്തം നെഗറ്റീവ് മാത്രമേ ഉള്ളൂ. ഇപ്പൊ ഞാൻ പുറത്താണെങ്കിലും എനിക്ക് കുറെ പ്രശ്നങ്ങൾ നേരിടുമ്പോഴേ എനിക്ക് ഏതെങ്കിലും ഒരു സൈഡിൽ ചായാനൊരു തോട് കാണുമല്ലോടാ. അപ്പോഴാണല്ലോ നമ്മൾ നീണ്ട് ചിരിക്കണേ. ഇപ്പൊ എനിക്ക് പ്രശ്നങ്ങൾ വരുമ്പോൾ പുറത്താണെങ്കിലും ആ പ്രശ്നങ്ങൾ എനിക്ക് ഇങ്ങനെ പറ്റില്ല, ഇങ്ങനെയാണെന്ന് പറഞ്ഞ് പൊട്ടിക്കറിഞ്ഞ് തമാശയൊക്കെ പറഞ്ഞിരിക്കാൻ ഒരാളുള്ളതുകൊണ്ടാണ് നമുക്കൊരു പോസിറ്റീവ് എനർജി കിട്ടിക്കൊണ്ടിരിക്കണേ. അതെനിക്ക് ഇവിടെ നീയാണ്, മനസ്സിലായോ? അപ്പൊ പുറത്ത് എനിക്കിപ്പോ ആ ഒരു ഫ്രണ്ട് വേറൊരു ഫ്രണ്ട് ഇന്ത്യാനും വലിയ പ്രശ്നമില്ല, പോയാലും വലിയ പ്രശ്നമില്ല. ബിക്കോസ് അവിടെ എനിക്ക് കുറെ രണ്ടൊന്നും മനസ്സിലുണ്ട്. ഇവിടെ നീ മാത്രമേ എനിക്ക് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ളൂ. ട്രസ്റ്റ് വൃത്തിയായിട്ട് എനിക്ക് വിശ്വസിക്കാൻ പറ്റണ, എന്നോട് സ്നേഹം ഭയങ്കരമായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളതെന്ന് വെച്ചാൽ. അപ്പം പിന്നെ റിസ്മിന് കുഴപ്പമില്ലെന്ന് തോന്നുന്നു. അപ്പൊ നീ പോയി കഴിഞ്ഞാൽ നീ എന്ത് ചെയ്യും? എനിക്ക് പിന്നെ ഇവിടുന്ന് ഒരു പോസിറ്റീവായിട്ടൊന്നും ഇല്ല. അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. എന്ത് വേണമെങ്കിലും ആർക്ക് വേണമെങ്കിലും ലൂസ് ആവാനായിട്ട് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. എന്താണെന്നറിയാമോ, ഇവിടെ എല്ലാരും എന്നെ ഗെയിം പോലെ കാണുമെന്ന് എനിക്കറിയാം. ഇപ്പൊ ഞാനും എല്ലാവരും ഗെയിം പോലെയല്ലേ കാണുന്നേ. അപ്പം എനിക്കങ്ങനെ തോന്നും. നീ ആലോചിച്ച് നോക്കി, എനിക്ക് എന്തെങ്കിലും ഞാൻ ഇപ്പൊ ഒരു ടാസ്ക് ചെയ്ത് എല്ലാവരും എന്റെ നിർക്ക് തിരിഞ്ഞ് നീ പോയി കഴിഞ്ഞാൽ എല്ലാവരും എനിക്ക് നേരെ തിരിയും. അതാണ് നേരെ രസം. ഞാൻ ഇതിലേക്ക് ഓഡിഷൻ വന്ന സമയത്ത് ആദ്യം അവരോട് പറഞ്ഞത് ഇയാള് വെൽ ഡ്രസ്ഡ് ആണ്, ഇയാള് യു ലുക്ക് ലൈക്ക് എന്നോട് യു വെൽ ഡ്രസ്ഡ്, യു ലുക്ക് ലൈക്ക് യു ഫ്രം എ പ്രിറ്റി ഗുഡ് ഫാമിലി, നല്ല മാനേഴ്സ് ഉണ്ട്, നല്ല സംസാരിക്കാനുള്ളതെല്ലാം ഉണ്ട്. പക്ഷേ യു ലുക്ക് ലൈക്ക് എ ടാർഗറ്റ്. അതായത് ആ വീട്ടിൽ കയറി കഴിഞ്ഞാൽ ആദ്യത്തെ ഒരാഴ്ചക്കുള്ളിൽ ആ വീട്ടിലുള്ള എല്ലാവരും 19 പേരുണ്ടെങ്കിൽ 19 പേരും ആദ്യം ടാർഗറ്റ് ചെയ്യാൻ പോണത് ഗബ്രീനെ ആയിരിക്കും. ഗബ്രി ഒരാഴ്ച കൊണ്ട് മടുക്കും, ഗബ്രി നിർത്തും, ഗബ്രി പിന്നെ മിണ്ടാതെ ഏതെങ്കിലും പോളിച്ച് കുത്തിരിക്കില്ല, ആവില്ലെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്കറിയില്ല, ടാർഗറ്റ് ചെയ്താൽ അത്രയും നല്ലത്. ടാർഗറ്റ് ചെയ്ത് എനിക്ക് ഇപ്പൊ മറ്റേ ചേട്ടനെ ടാർഗറ്റ് ചെയ്യണം, ശ്രദ്ധീശനെ ടാർഗറ്റ് ചെയ്യണ പോലെ എല്ലാവരും ടാർഗറ്റ് ചെയ്ത് എനിക്ക് അത്രയും കോണ്ടന്റ് ആണ്, എനിക്ക് അത്രയും റിയാക്ഷൻസ് അവസരങ്ങൾ ടാർഗറ്റ് ചെയ്യിപ്പിക്കണല്ലോ. ഓക്കെ. പക്ഷെ എന്റെ അടുത്ത് പറഞ്ഞു എല്ലാവരും എന്നെ ടാർഗറ്റ് ചെയ്യുന്നു പറഞ്ഞു. എന്റെ ഇതേവരെ ആരും ടാർഗറ്റ് ചെയ്തിട്ടില്ല. എന്റെ ഭാഗത്തേക്ക് ഒരു ടാർഗറ്റ് വന്നിട്ട് ഒന്നില്ലെങ്കിൽ ഞാൻ വീക്കാണ്, അല്ലെങ്കിൽ ഞാൻ സ്ട്രോങ് ആണ്. അതായത് പോയിന്റ്സ് കറക്റ്റാണ്, അതുകൊണ്ടാണ്. ഒന്നില്ലെങ്കിൽ ഞാൻ വീക്കാണ്. കാരണം എന്നെ ഒരു എന്താ പറയാ ത്രെറ്റായിട്ട് കൺസിഡർ ചെയ്യുന്നില്ല. അതായത് ഇവനെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, ഇവനെ നമുക്ക് കുഴപ്പമില്ല, ഇവനെക്കാളും അടിപൊളി ഞാനാണെന്ന് അവർക്കറിയാം. അതല്ലെങ്കിൽ എന്നേക്കാളും സ്ട്രോങ് ആണ്, അവരെക്കാളും സ്ട്രോങ് ആണ് ഞാൻ എന്നവർക്കറിയാം. അതായത് എന്റെ അടുത്ത് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്ര എളുപ്പത്തിൽ പിടിച്ചു വെക്കാൻ പറ്റില്ല എന്നുള്ളൊരു ബോധ്യമായിരിക്കണം. നമ്മളുടെ കൂടെ എപ്പോഴും ഉണ്ടാവും, 24 hours ഉണ്ടാവും. 24 hours നമുക്ക് കാണാൻ പറ്റും, നമുക്ക് പ്രൊട്ടക്ട് ചെയ്യും. That happiness you keep it. Destiny. Humans are mortal. That is universal truth. But soul energy is never can destroy, ചേച്ചി. നമ്മളുടെ ആത്മ ഒരിക്കലും മരിച്ചു പോവില്ല. ടിൽ 9 generation. ചേച്ചിയുടെ അമ്മുമ്മ അപ്പൂപ്പന്റെ അച്ഛനമ്മ, അമ്മുമ്മ അപ്പൂപ്പന്റെ അപ്പൂപ്പൻ അമ്മുമ്മ എല്ലാവരും കൂടെ എപ്പോഴും ചുരുത്തി നടക്കുന്നത്. ദാറ്റ് ഈസ് ദ റീസൺ വി ആർ സർവൈവിംഗ് ദിസ് വേൾഡ്, ചേച്ചി. ദാറ്റ് ഈസ് എ ടൈം സർക്കിൾ. അതാണ് നമ്മളുടെ ടൈം സർക്കിൾ. നമ്മളുടെ പിറ്റുകൾ നമ്മളുടെ കൂടെ ഇരിക്കില്ലെങ്കിൽ നമ്മൾ ഒരിക്കലും ജീവിക്കാൻ പറ്റത്തില്ല. എത്ര നല്ലതിൽ ഈ വെടിയിൽ ഇരിക്കാൻ പറ്റില്ല, ജീവിതം നശിച്ചു പോവും. നമ്മളുടെ പിറ്റുകൾ നമുക്ക് ബ്ലെസ്സിങ് ഉണ്ടോ, കാരണം നമ്മൾ എത്ര വലിയൊരു വെടിയിലുണ്ടോ. കറക്റ്റ് അല്ലേ? അത്ര ചേച്ചിക്ക് ഞാൻ പറഞ്ഞല്ലേ, എനിക്ക് അത്ര വിശ്വാസം ഉണ്ടോ. ഈ രാത്രി ചേച്ചിക്ക് കണ്ണടിച്ചിട്ട് ചേച്ചി മനസ്സിലെ ഒരു പാറ്റിക്ക് എൻ്റെ അച്ഛനിക്ക് എനിക്ക് കണ്ണ് ഭയങ്കര ആഗ്രഹമുണ്ട്. അച്ഛൻ എൻ്റെ സ്വപ്നത്തിലെ വരും. ബിക്കോസ് ദാറ്റ് ഹൗ നമ്മളുടെ പിറ്റുകൾ നമ്മളുടെ കൂടെ കണക്ട് ആക്കാൻ പറ്റും. സ്വപ്ന ലോകത്തിൽ പോയിട്ട് മാത്രമേ നമ്മളെ കാണാൻ പറ്റത്തുള്ളൂ. ബിക്കോസ് വി ആർ ഹ്യൂമൻസ്. നമ്മളെ കുറെ തെറ്റുകൾ ചെയ്ത് നമുക്ക് ഈ പ്യൂർ ഷോയിലേക്ക് നമുക്ക് കാണാൻ പറ്റില്ല, ചേച്ചി. ദാറ്റ് ഈസ് ട്രൂത്ത്. കാരണം നമ്മള് ഹ്യൂമൻസ് ആണ്. പക്ഷേ നമ്മളുടെ സോളിൽ നമുക്ക് കാണാൻ പറ്റും. അതിനാണ് സ്വപ്നം. നമ്മളെ സ്വപ്നം കണ്ടിട്ടില്ല. ഓരോ സ്വപ്നത്തിന്റെ അർത്ഥങ്ങളുണ്ടോ, ചേച്ചി? അറിയില്ലേ? പ്ലീസ്. അപ്പൊ ആ
അതിൽ പോയി ഈവന്റ് ഗംഭീരാക്കി. എന്നിട്ട് ആദ്യമായിട്ട് കിട്ടിയ പൈസ ഉണ്ടല്ലോ അതിങ്ങനെ എടുത്ത്, കാരണം മക്കേ 5000 ഒക്കെ കൊടുക്കുമ്പോ ഞാൻ കൊടുത്തപ്പോ എന്റെ അമ്മയുടെ കണ്ണ് നിറഞ്ഞു. പക്ഷെ ഇത്രയും ബൾക്കായിട്ട് കൊണ്ടുപോയിട്ട് എന്റെ അച്ഛനും അമ്മേന്റെ കയ്യിൽ കൊടുത്തപ്പോ അവരുടെ കണ്ണീന്ന് വന്ന ഒരു കണ്ണുനീര്, ഒരു പുഞ്ചിരി ഉണ്ട് മോളെ. അത് എനിക്ക് ജന്മ ആ സന്തോഷം തന്നിട്ടില്ല. അമ്മാതിരി ഒരു എന്റെ കൊച്ചു ചെയ്ത് കാണിച്ചു എന്നുള്ള ഒരു പ്രൗഡായിരുന്നു എന്റെ അച്ഛനും എന്റെ അമ്മയ്ക്കും ആ സമയത്ത്. അതുകൊണ്ട് നമ്മൾ റെന്റ് കൊടുത്തു, സാധനം വാങ്ങി, സംഭവം പുസായി തീർന്നപ്പോ അറിഞ്ഞില്ലടാ. കൊച്ചിന്റെ കുറെ കാര്യങ്ങളും ഉണ്ടായിരുന്നു, സംഭവം തീർന്നു. അങ്ങനെ ഞാൻ ആങ്കറിങ് ഓക്കെ ഒരു വജ്രായുധമായിട്ട് എടുക്കാം. അപ്പൊ ഈ ആങ്കറിങ് പറഞ്ഞപ്പോ എനിക്ക് അറിയില്ലല്ലോ സംഭവം. ഞാന് ഈ ഓഫീസിൽ ജോലി ചെയ്യുമ്പോ ബ്രേക്ക് സമയത്ത് നമുക്ക് നെറ്റും കുന്തൊക്കെ റീചാർജ് ചെയ്യാനും പൈസ വേണം. ഞാൻ റിസർച്ച് ഹൗ ടു ഡു ആങ്കറിങ് ഇൻ സൗത്ത് ഇൻഡസ്ട്രി അങ്ങനെയൊക്കെ പറഞ്ഞ് ഇങ്ങനെയൊക്കെ ചേച്ചിനെ ഞാൻ എടുത്തിട്ടുണ്ട് മൊത്തം. അങ്ങനെ എഴുതി മംഗ്ലീഷ് കാണാപ്പാടം പഠിച്ച് ഡാൻസ് ക്ലാസ്സിന്റെ മിററിൽ പോയി ആങ്കറിന്റെ ഇത് കോൺഫിഡൻസ് കൊണ്ടുവന്ന് വീണ്ടും അതിങ്ങനെ പഠിച്ച് കോൺഫിഡൻസ് കൊണ്ടുവന്ന് ലാംഗ്വേജ് ബിൽഡ് ചെയ്ത് എങ്ങനെയോ 5 ദിവസം കൊണ്ട് ഞാൻ റെഡിയായി ഭയങ്കര കോൺഫിഡന്റ് ആയിട്ട് പോയി. എങ്ങനെയൊക്കെ ആങ്കറിങ് ചെയ്തെന്ന് എനിക്കറിയില്ല, സംഭവം ഗംഭീരായി. അപ്പൊ ആ ഈവെന്റർ പറഞ്ഞു, ആ പെണ്ണ് രഞ്ജു പറഞ്ഞു എന്റെയും ഇനിഷ്യൽ സ്റ്റേജ് ആയിരുന്നു, ഇത് ഹിറ്റായില്ലായിരുന്നെങ്കിൽ എന്റെ കയ്യിൽ നിന്നും ചാൻസ് പോയിനെ. ഞാൻ എന്റെ ദൈവമേ, എനിക്ക് വന്ന സങ്കടം എന്ന് പറഞ്ഞാൽ ആ കൊച്ചിന്റെയും കഷ്ടപ്പാടായിരുന്നു അത്, മനസ്സിലായോ? അപ്പൊ ഞാൻ സന്തോഷിച്ച്. രഞ്ജു നീ കേൾക്കുന്നുണ്ടെങ്കിൽ ഇതാ എന്റെ അച്ഛൻ എന്റെ അമ്മ എനിക്ക് കാണണം, അത്രേ ഉള്ളൂ. നമ്മള് മനുഷ്യന്മാര്, നമ്മള് പ്യൂറല്ല, ഇങ്ങനെ കാണാൻ പറ്റും. നമ്മള് ടെമ്പിളിലെ പോന്നെ ഓരോ ആളെ ഒരു ദൈവമൊക്കെ ഇന്നെ പോലെ കണ്ടിട്ടുണ്ടോ? ഓരോ ഹ്യൂമന് പറയാൻ പറ്റില്ല ഞാൻ ദൈവമൊക്കെ നേരെ കണ്ടിട്ടുണ്ട്. ഓരോ ഹ്യൂമൻ പറയാൻ പറ്റില്ല ചേച്ചി. നമ്മള് മനുഷ്യന്മാരെയാണ്. ആലോചിക്ക്, പശു പക്ഷികൾക്ക് എല്ലാം കാണാൻ പറ്റും. വൈ? പശു പക്ഷികൾ ഇന്നോസെന്റ് ആണ് ചേച്ചി, അല്ലേ? അതിനാണ് ദൈവം ആ പവർ പശു പക്ഷികൾക്ക് കൊടുത്ത് നമ്മളെ മനുഷ്യന്മാർക്ക് തന്നിട്ടില്ല. കാരണം നമ്മളെ അത്ര ചീത്ത സ്വഭാവം, അത്ര കച്ചറ സ്വഭാവം ആൾക്കാരെയാണ്. അല്ലെങ്കിൽ നമ്മൾ ദൈവം നേരത്തെ കാണാൻ പറ്റില്ലേ? അന്ന് രാത്രി ഒരു ബാഡ് എനർജി കണ്ടിട്ടില്ല, പട്ടികള് കടിക്കുന്ന, ഓടിക്കുന്ന, കടയന്. ബിക്കോസ് ഓഫ് എല്ലാ ആ പശു പക്ഷികള്, എനിമലുകള് ഭയങ്കര പ്യൂറാണ്, ഇന്നോസെന്റ് ആണ്. യൂറിൻ പാസ് ചെയ്തിട്ട് അവിടെ ക്ലീൻ ചെയ്തിട്ട് പോകണം. കാരണം നിങ്ങളുടെ യൂറിൻ ആയാൽ ഞങ്ങൾക്ക് അത് ക്ലീൻ ചെയ്യാൻ പറ്റില്ല. ഇപ്പം റോക്കിയത് ക്ലീൻ ചെയ്തു. ഇനി അങ്ങനെ കിടന്നാൽ ഞങ്ങൾ ക്ലീൻ ചെയ്യില്ല. സ്പ്രേ ചെയ്യാറുണ്ട്. ഞാൻ സ്പ്രേ ചെയ്യാറുണ്ട്. നിന്റെ എല്ലാരോടും അത് പറയാ. ഇനി അങ്ങനെ യൂറിൻ കണ്ട എന്റെ ടീമിൽ ആരും അത് ക്ലീൻ ചെയ്യില്ല. ഇനി ചെയ്യരുത് കേട്ടോ. കണ്ട അത് എന്റെ ആവശ്യമില്ല. സ്വന്തം യൂറിൻ വീണിട്ട് അതിരി വെള്ളം എടുത്ത് കഴിയാൻ പറ്റുന്നതാണ്. ഇനി വരുമ്പോഴേ അവിടെ തന്നെ ഇരുന്നങ്ങ് ഒഴിച്ചാൽ മതി, കുഴപ്പമില്ല. മമ്മിയും പപ്പയും കാണുന്നുണ്ട് ഞാൻ ട്രൈ ചെയ്യുന്നത്. എനിക്ക് കുഴപ്പമില്ല മോനെ, കുഴപ്പമില്ല. ഞാൻ പറഞ്ഞു ഇല്ല മമ്മി പോയേക്കാം. പിന്നെ ഞാൻ ട്രൈ ചെയ്ത്, പിന്നെ ഒരു പോയിണ്ടായപ്പോ എന്റെ കയ്യിന്ന് പോയി എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഒരു കപ്പാസിറ്റി ഉണ്ട്. ഞാൻ ഡിപ്രഷന് ഇത് ചെയ്തിട്ടുള്ള ആളാണ്, എനിക്കറിയാം ആ സ്റ്റേജ് വന്നുള്ള ഫീലിങ്സ്. അപ്പം എന്റെ കയ്യിന്ന് പോയി. എനിക്ക് വന്ന ഫീൽ എന്ന് പറഞ്ഞ ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട്, കിട്ടുന്നില്ല, ഓക്കെ. പക്ഷേ ഡൗൺ ആയിപ്പോയി. ഞാൻ എന്റെ ആഗ്രഹങ്ങളുടെ സ്വപ്നങ്ങളുടെ മുന്നേ ഞാൻ ഡൗൺ ആയിപ്പോയി. അന്ന് ഞാൻ വിചാരിച്ചു ഇനി മതിയാക്കാം. അന്നാ ഞാൻ പറഞ്ഞ ഞാൻ എന്റെ ലൈഫ് പോലും ഇതാക്കാൻ ഒരു സ്റ്റേജ് വന്നു. അതിന് പോയിക്കൊണ്ടിരുന്നു. അപ്പം മമ്മി നല്ല ഡിഷ് ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. എന്നാ ഞാൻ പിന്നെ വിചാരിച്ചു എന്നാ പിന്നെ അത് കഴിച്ചിട്ട്. പക്ഷേ അതാണ് വീണ്ടും എന്നെ സ്ട്രോങ് ആക്കിയത്. ഇനി ഞാൻ ചെയ്തിട്ടേ പോവും, ആ ഒരു മൈൻഡ് അങ്ങനെ ആയിപ്പോയി. ആ ഫുഡിന്റെ എനർജിയാണ് എന്റെ മമ്മിയും പപ്പയ്ക്കും അറിയില്ല ഞാൻ ഡിപ്രഷനിൽ എത്ര പോയ കാര്യം അറിയില്ല. അവര് ചിലപ്പോ ഇത് കണ്ട അവർക്ക് ഭയങ്കര ഹേർട്ടാവും. റെഡി ടു പ്ലേ. ഫോൺ മാതിരി അല്ലേ?
മിസ്സസ് ഇന്ദ്രാണി കോഠാരി ആൻഡ് നൗ അലിബാഗിന്റെ മഹാറാണി. ഞാൻ അത്ര പെട്ടെന്ന് ക്ഷമിക്കില്ലെന്ന് നിനക്ക് നന്നായി അറിയാം. ഏറ്റവും അടുത്ത സുഹൃത്തായാലും ശത്രുവായാലും. വെൽക്കം ടു അലിബാഗ്. നിങ്ങൾ ആരാണ് മിസ് തൽവാർ? എല്ലാവരുടെയും കണക്ക് കൂട്ടലുകൾ തെറ്റിക്കുന്നത്. നിങ്ങളെ ശരിക്കും കൊടുക്കാൻ വേണ്ടി ആരോ പ്ലാൻ ചെയ്തതാണ്. ഇനി ഒന്നുകൂടെ ആളി കത്താനുണ്ട്. ഈ പെൺകുട്ടി എന്തൊക്കെയോ ഒളിക്കാൻ ശ്രമിക്കുന്നു. കർമ്മ തൽവാർ ആരാണെന്ന് ഉടൻ തന്നെ കണ്ടുപിടിക്കണം. എന്റെ കൂടെയുള്ള എല്ലാവർക്കും എന്നെ പറ്റി അറിയാവുന്ന ഫസ്റ്റ് തിങ്, എനിക്ക് ക്ലീനിങ് ഒരുപാട് ഇഷ്ടം. പിന്നെ പോകുമ്പോ അത് ചോദിക്കും വീട്ടിൽ കൊണ്ട് വെക്കടാ. അല്ല എത്ര നേരം എന്തായിരുന്നു സത്യം പറഞ്ഞത്? ഡോർ തുറന്നിട്ട് സംഭവം കൂടി കേട്ടോ. ഫസ്റ്റാണ് വിളിച്ചത്. അത് കഴിഞ്ഞ് ബിഗ് ബോസിന്റെ സീസണിൽ ആദ്യമായിട്ടാണ് ഇത്രയും വലിയ 3D സ്ക്രീൻ വെക്കുന്നത്. സ്ക്രീൻ ഇവിടെ ഇതിൽ ലാലേട്ടൻ വരൂടാ. ഇതിൽ വരുന്നത് ഈ പ്രാവശ്യം. അതല്ല കൊണ്ടുവച്ചത്. അല്ലാതെ പ്രോട്ടോടെ അല്ലേ ലാലേട്ടൻ. അത് 3D ആടാ. അത് മനസ്സിലായോ? അതിനകത്ത് ആളിവിടെ തോന്നും നമുക്ക്. OS വേർഷൻ. ഓക്കെ. അതിനകത്ത് നിന്ന് സംസാരിക്കേ. ഓ അങ്ങനെ വരൂ എഴുക്കൂ പറയൂ. ലാലേട്ടൻ അവിടെ നിൽക്കും. നമുക്ക് ഫുള്ള് കാണാൻ പറ്റും. പ്ലാസ്മ ടി വിയിലില്ല. എനിക്ക് അന്ന് ലാലേട്ടൻ ഫസ്റ്റ് ഡേ നമ്മൾ വന്നപ്പോഴത്തേക്കും ഫസ്റ്റ് ഡേ അല്ല, അത് ഇതിൽ വെച്ചിട്ടില്ലായിരുന്നല്ലോ. PS5 ഒക്കെ ആയിരിക്കും. ഒരു ഗെയിം കളിക്കാൻ പറ്റും. നമുക്ക് ചോദിക്കാം. ഗെയിമുണ്ട് കൊള്ളാറുണ്ടല്ലേ? ഫോണത്ത് അറ്റച്ച് ആയിരിക്കാനാണ്. ഗെയിമുണ്ട്. സംതിങ് ഇസ് ഹാപ്പനിങ്. ക്യാപ്റ്റനെ ഗതികണമെന്ന് നോക്കിയേ. ക്യാപ്റ്റൻ നോക്കാണ്. പഞ്ചാരയുണ്ടോ? അത് വേണം. അത് അതുകൊണ്ട് എനിക്ക് വയ്യായിരുന്നോ അതിന്റെ പ്രഷർ. അത് വേറെ. ഉറങ്ങിയായിരുന്ന ഞാൻ 3 ദിവസം ചോദിച്ചിട്ട് ഇന്നാണ് എന്നെ വിളിച്ചത്. ഡോക്ടർ ചോദിച്ചാൽ തൊണ്ടയ്ക്ക് എന്താ പറ്റി? സ്വെല്ലിംഗ് ഉണ്ടോ? വേദനയുണ്ടോ? ഭക്ഷണം കഴിക്കുമ്പോൾ ഇവിടെ നീറുന്നുണ്ടോ? എല്ലാം ഉണ്ട്. എന്തെങ്കിലും ഒരു മരുന്ന് തരണം. പക്ഷെ ഞാൻ ഇങ്ങനെ ആലോചിക്കായിരുന്നു. ഞാൻ വന്ന് ഓരോരുത്തരുടെ കഥ കേൾക്കുമ്പോഴും ഞാൻ ഇങ്ങനെ ആലോചിക്കാം. അതായത് ലൈഫിൽ ഞാൻ എത്ര പ്രിവിലേജ്ഡ് ആണെന്നുള്ളത്. ജീവിതത്തിൽ ദൈവാനുഗ്രഹം കൊണ്ട്, എൻ്റെ അപ്പൻ്റെ അധ്വാനം കൊണ്ട് ഞാൻ ഭയങ്കര പ്രിവിലേജ്ഡ് ഇൻ ദ സെൻസ്. അത് ഞാൻ അഹങ്കാരത്തോടു കൂടിയല്ല പറയണേ, ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആയിട്ടാണ് പറയണേ. എനിക്ക് ഇന്നേ വരെ പട്ടി നടക്കേണ്ടി വന്നിട്ടില്ല. എനിക്ക് ഇന്നേ വരെ സ്ട്രഗിൾ അനുഭവിക്കേണ്ടതെന്നുള്ളത് ഞാൻ പറയില്ല. സ്ട്രഗിൾ ഞാൻ ആവശ്യത്തിലധികം അനുഭവിച്ചിട്ടുണ്ട്. ഞാൻ അത്രയും ഫിസിക്കലി വർക്ക് ചെയ്ത് ഹാർഡ് വർക്ക് ചെയ്തിട്ടുള്ള ഒരാളാണ്. പക്ഷെ എൻ്റെ അപ്പൻ്റെ ബലത്തിലാണ് ഞാൻ നിന്നിട്ടുള്ളത്. അതായത് എനിക്ക് അത് ജാനുവിന് മലയാളം അറിയാൻ പാടില്ല. ഇവരെല്ലാവരും മുമ്പിൽ ഒന്ന് പറയാനാണ്. അപ്പൊ മനസ്സിലാക്കി ജാനു. കാരണം അത് അവന് മനസ്സിലാവണില്ല. ജാനുവിന്റെ മനസ്സിലാവണില്ല അതിന്റെ പേരെന്താന്നുള്ളത്. അങ്ങനെ പറഞ്ഞിട്ട് അത് ചോദിക്കാൻ ചെന്ന ആളാണ് അവൻ എന്നെ ആക്രമിച്ചത്. ഇത്രയും കൈ പിച്ച് കയറിയിട്ടാണെങ്കിൽ ആലോചിക്കേ. ബിഗ് ബോസ് ഓൾറെഡി ബിഗ് ബോസ് കംപ്ലൈന്റ് കൊടുത്തല്ലേ ലാലേട്ടൻ വരട്ടെ വരൂ. അതാണ് നമ്മളെ ന്യായം ലാലേട്ടൻ ചെയ്തു. 2 ദിവസം ഭക്ഷണം കഴിക്കാണ്ടിരിക്കട്ടെ. ചേച്ചി കണ്ട് 2 ദിവസം ഭക്ഷണം കഴിക്കാണ്ടിരിക്കുമ്പോ ചെറിയ പിള്ളേരാണ്. ഞാൻ ഒന്നും കഴിക്കില്ലാത്ത ഇരിക്കുന്ന പറഞ്ഞില്ലേ. അതല്ല ചേച്ചി, കാരണം എനിക്ക് ഭക്ഷണം എന്ന് പറഞ്ഞാൽ അത്ര പ്രധാനമാണ്. എനിക്ക് ഇത്രയും വന്നിട്ട് എനിക്കൊരു പോലും തന്നിട്ടില്ല. എന്റെ കൈ നോക്കി ജാനുവിനെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് ഞാൻ അവനോട് ചോദിച്ചത്. അത്രയും മോശമായിട്ടുള്ള ഭാഷ ജാനുവിന്റെ അടുത്തൊന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ ചോദിച്ചത്. ഒരാൾ കേട്ടതുകൊണ്ട്. അപ്പൊ ഞാൻ ചോദിച്ചപ്പോ അവൻ അതിനു വേണ്ടി എന്നെ പിടിച്ച് വലിച്ചത് എന്റെ നെഞ്ചത്ത് കുത്തിയതും അത് രണ്ടാമൊന്നും കുത്തിയത്. അത്രയും ചോദിച്ചു. ഇവൻ വന്ന് വീണ്ടും വന്ന് എന്റെ അടുത്ത് ചൊറിഞ്ഞപ്പോഴാണ് ഞാൻ പറഞ്ഞത് മറ്റേ നിങ്ങൾ എല്ലാവരും പെമ്പിളരും കൂടിയിട്ട് എന്റെ മേത്തറാൻ വേണ്ടെന്ന്. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പൊ ലാലേട്ടൻ വന്ന ടൈമിൽ നമ്മളത് ക്ലിയർ ആക്കും. ആ വിഷ്വലൈസേഷൻ ലാലേട്ടൻ കാണിച്ചു കൊടുക്കും. ഞാൻ ഒരു ചത്തൂല് ഇഷ്ടപ്പെടുന്നു പറഞ്ഞുകൊണ്ടായിരിക്കും.